ഇവിടുള്ളവരെക്കാൾ കൂടുതലായി മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന ഒരു സംഗതിയാണ്. ഞാൻ ശമാശനായി മഞ്ഞിനിക്കരായി പഠിക്കുമ്പോൾ അന്ന് മുതൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും റബ്ബാച്ചനും ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ എന്നോട് പ്രത്യേക വാത്സല്യവും എന്നെ കാണുമ്പോഴൊക്കെ അവൻ ഇപ്പോഴും ഉണ്ടോടാൻ ചോദിക്കും, അവൻ ചത്തിരി ഉണ്ടോ എന്ന് ചോദിച്ച് തമാശയൊക്കെ പറയുന്ന അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു സ്നേഹബന്ധമായി. മനുഷ്യ സ്നേഹം എന്നുള്ളത് ഞാൻ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലാത്ത കാര്യം. റബ്ബാച്ചൻ അടൂരിൽ നിന്ന് ഓർക്കസ്ട്രോപ്പായിരിക്കുന്ന സമയത്ത് മഞ്ഞിനിക്കരയ്ക്ക് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അംബാസഡറിലേക്ക് വരുമ്പോൾ വഴിയിൽ ആക്സിഡന്റ് ആയി കിടന്ന ഒരു മനുഷ്യനെ അദ്ദേഹം അവിടെ ഇറങ്ങി ആ റോഡിൽ നിന്നിട്ട് ആശുപത്രിയിലാക്കിയിട്ട് വണ്ടി തിരിച്ചു വന്ന് അദ്ദേഹം അതിൽ കയറി അവർ മഞ്ഞിനിക്കര വന്നതിന് ചരിത്രം നിങ്ങൾക്ക് ആർക്കും അതറിയില്ല. കാരണം റബ്ബാച്ചൻ വരെ മുന്നുമേ കുർബാന ഒക്കെ അനുകരിക്കുന്ന ഏതോ ഒരു വിശേഷ ദിവസമാണ്. അത് റബ്ബാച്ചന് വേറെ ആളുണ്ടെങ്കിൽ പിന്നെ റബ്ബാച്ചനെ നോക്കി നിൽക്കുമ്പോൾ റബ്ബാച്ചൻ പറഞ്ഞു, ഞാൻ ഈ രാവിലെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഗതികളും അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. കാരണം കുർബാന ചെല്ലാൻ പോകുന്ന ആളുകൾ ഇങ്ങനെ നോക്കിയെടുത്ത് അവനെ നോക്കി സംസാരിക്കുകയും നോക്കി ഇറങ്ങി നിന്നിട്ട് ആ വഴിയെ അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയിട്ട് മഞ്ഞിനിക്കര കുർബാന ചെയ്താണ്. ഇതാണ് അധികം പേർക്ക് അറിയാനുള്ള പഴയ ഒരു സംഗതി. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നാം ഒരു അത്യാവശ്യ കാര്യത്തിന് വണ്ടിയെ എവിടെയെങ്കിലും വാഹനം വിളിച്ചോ അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിലോ പോകുമ്പോൾ വഴിയിൽ ആക്സിഡന്റായി കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി അവിടെ ഇറങ്ങി നിന്നിട്ട് നമ്മളുടെ വഴി വിട്ടുകൊണ്ട് പോകും. എന്നെ കുറിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒന്നാമത് തലയും കരയിക്കൊണ്ടുന്നതാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നല്ല ഒരു മനുഷ്യ സ്നേഹി എന്ന് പറയുന്നത് നല്ല ശബരിയാക്കാർക്ക് തുല്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ സഭയിൽ വിശ്വാസ തീഷ്ണതയോടുകൂടി നിലനിൽക്കുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു നല്ല മനുഷ്യ സ്നേഹിയും ഒരു നല്ല ആചാര്യമായിരുന്നു എന്നുള്ളത് ഇത്തരത്തിൽ ഈ അദ്ദേഹം നമ്മിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ആ 25 വർഷത്തെയിലെ ഇന്ന് ഞാൻ സ്നേഹിക്കുകയാണ്. റബ്ബാച്ചന്റെ മാതൃക ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിന് തുല്യമായി. കൂടെ അധികം ശിക്ഷകരണങ്ങളോ അതുപോലെ തന്നെ വലിയ ബഹളക്കാരോ ഒന്നും ഇല്ലാതെ എപ്പോഴും തനിച്ച് ഇരിക്കുവാനും നമസ്കാരങ്ങൾ കൊടുക്കുന്ന രീതിയിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുവാനും അടുപ്പമുള്ളവരെ കാണുമ്പോൾ തമാശകളും അതുപോലെയുള്ള കാര്യങ്ങൾ പറയുവാനും ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിലും ദൈവത്തെ മുൻനിർത്തി മനുഷ്യ സ്നേഹത്തെ മുൻനിർത്തി തന്നെ ഏൽപ്പിച്ച സാധനങ്ങളെ വിശ്വസ്തയോടെ വിതരണം ചെയ്ത് തന്നെ ഏൽപ്പിച്ച ഇടവകയ്ക്ക് വേണ്ടി അഹോരാത്രം സൂക്ഷിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി. മഞ്ഞിനിക്കരയായിരിക്കുമ്പോൾ ശനിയാഴ്ച ചില സമയത്ത് അവിടെ വരുമ്പോൾ ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തന്നെ അവിടുന്ന് അടുത്ത് പോകും. അടൂർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എത്ര പേര് വരുമെന്നുള്ളത് എഴുതിയുള്ള കാര്യമാണ്. അപ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മിക്കവാറും അദ്ദേഹവും പഠിച്ചു വെക്കാനും പഠിച്ചു കയറ്റാനും വരുന്ന ആളുകൾ കാണും. അല്ലെങ്കിൽ കൂടെ താമസിച്ച കുഞ്ഞുമോനെ പോലുള്ള ജോലിക്ക് പോകുന്ന ബന്ധം അതിൽ കൂടുതലൊന്നും അടവ് വരികയും എന്നാലും സന്ധ്യാപ്രാർത്ഥന അടിയിൽ വെച്ച് നടത്തുവാനും കാർമനാഥ നമസ്കാരങ്ങളും കൗഭാവങ്ങളും തികച്ചിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും അദ്ദേഹം സ്ഥിരീകരിച്ചു. അതിന് ഒരു ഉദാഹരണമുണ്ട്. ബഹുമാനപ്പെട്ട ഗോവനച്ചൻ അച്ഛനായി വന്ന് ആദ്യഘട്ടത്തിൽ ഞാൻ ചെമ്മാനായിട്ടിരിക്കുക, ഞാൻ ഇവിടെ വന്നു. അപ്പോൾ എന്നോട് വലിയൊരു കുർബാനയെ കൂടി കൂടണം. ഗോവനച്ചൻ ആയിരിക്കുന്നത് സൂക്ഷിക്കുന്നുണ്ടോ പരീക്ഷ
കാരണം ഞാൻ എന്തെങ്കിലും എന്നെ രീതി ചെയ്യുന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് സാറ്റനെ നിങ്ങൾക്ക് ഓടി വന്ന് ദീപാവലിയുടെ ക്രമമാണ് ദിവനാശത്തിന്റെ ക്രമം എല്ലാം അറിയപ്പെടുന്ന നാടി ഇരിക്കുകയായിരുന്നു. ഇന്ന് മാറാനായ പെരുന്നാളാണെന്നുള്ളതായി പെട്ടെന്ന് അറിയിക്കുകയും യാക്കോബിന്റെ ക്രമം തന്നെ ചെയ്യണം. യാക്കോബിന്റെ ക്രമം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പെരയൊക്കെ മാറിയ അച്ഛനായിട്ട് വഴക്കും ഈറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും ഏത് ക്രമം ചെല്ലണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ശാസ്ത്രരൂപേണയായിരുന്നാൽ തന്നെയും അത് മറന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം ശ്രേഷ്ഠ പിതാവ് നടത്തിയിരുന്നു എന്നുള്ളത് അനുസ്മരിക്കത്തക്കതായി. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ സ്വർഗീയ മുസ്ലിമിൽ ദൈവിക ശുശ്രൂഷ നടത്തുന്ന വന്യാറമ്പാട്ടന് ദൈവം മുഖപ്രസന്നതയും തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സ്ഥാനവും തന്നെ സ്തുതിക്കുന്ന മഹാത്മാരുടെ ഗ്രഹങ്ങളിൽ ഉള്ള ക്രമീകരണവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഓർമ്മ പെരുന്നാൾ ഓർമ്മ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും വന്യാറമ്പാട്ടന്റെ അനുസ്മരണം നടത്തുവാനും തക്കവണ്ണമല്ലേ ക്ഷണിച്ചാലിന്റെ ഭാരവാഹികളോടും വികാരികളോടും ഈ ഇടവകളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.